നിങ്ങൾക്ക് ലവ് വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം. പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് എത്തി കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആവാണ്, അവിടെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണ്ട ഒരു സമയത്തിലേക്ക് എത്തി എന്ന് ഫീൽ ചെയ്യുന്ന ആ ടൈം തൊട്ട് പാനിക് ചെയ്യാൻ തുടങ്ങുകയാണ്. മെല്ലെ പുൾ ബാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പുറത്തുള്ള ആൾക്കാർ ഫ്ലോസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതിലുപരിയായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാതിരിക്കാനുള്ള റീസൺസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഫിയർ ഉള്ളതുകൊണ്ടായിരിക്കാം. കമ്മിറ്റ്മെൻറ്റ് ഫിയർ ഉള്ള ഒരാൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ മോശമായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശരിക്കും ഈ കമ്മിറ്റ്മെൻറ്റ് ഫിയർ എന്ന് പറയുന്നത് നമ്മളുടെ നെർവസ് സിസ്റ്റം ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് റെഡിയല്ല എന്നുള്ളതാണ്. അതിന് റീസൺസ് പലതായിരിക്കാം. നമ്മളുടെ ഈ സർഫസ് ലെയറിൽ നമ്മൾ പറയുന്നത് ഓക്കെ ഇത് കമ്മിറ്റ്മെൻറ്റ് ഫിയർ ആണെന്നാണ് നമ്മൾ ലേബിൾ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഡീപ്പറായിട്ട് നോക്കുന്ന സമയത്ത് അതിന് വേറെ പല കാരണങ്ങളും അല്ലെങ്കിൽ വേറെ പല ഫിയേഴ്സും അത് കോസ് ചെയ്യാനുള്ള റീസൺസ് ആണ്. ഒരു കാര്യം ചിലപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആയിരിക്കാം. നമ്മൾ ചിലപ്പം നമ്മളുടെ പാരൻസിൻ്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മാരേജസ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് ചുറ്റുപറ്റുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ അവർ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല എന്ന് കണ്ടിട്ടുണ്ടാവാം. അതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ഫിയറാണ്, ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, ഞാനൊരു സെൽഫായിട്ട് ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളല്ലേ, ആ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതാവോ എന്നുള്ളൊരു പേടി കാരണമായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന് മേലെ കൂടുതലായി ഡിപ്പെൻഡൻ്റ് ആയി പോകുമോ, അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി കംപ്ലീറ്റ്ലി വേറൊരാളായി മാറുമോ എന്നുള്ള പേടിയാവാം. ഇനി ഇതൊന്നും അല്ലാതെ ചിലപ്പോൾ നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ നമുക്കൊരു ബീട്രയലോ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആയി നിന്ന സമയത്ത് അവിടെ നിന്നൊരു ബാക്ക് സ്റ്റാബോ എന്തെങ്കിലും കിട്ടിയ ഒരു സിറ്റുവേഷൻ കാരണമായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഫിയർ വരുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഫിയർ ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? അതിന് കുറച്ച് പാറ്റേൺസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഹാപ്പിനെസ്സും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. സ്ലോലി അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ഡിസ്കഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും പേടി, പാനിക്, ഒരു ഫിയർ ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു ഡിസ്റ്റൻസ് വരുത്തണം, അല്ലെങ്കിൽ ആ ഒരു ഫിയർ കാരണം നമുക്ക് ആ ഡിസ്റ്റൻസ് വേണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്പുറത്തെ ആളുടെ ഫ്ലോസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിർത്താനായിട്ടുള്ള റീസൺസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇനി അത് ഫീസിബിൾ ആവുന്നില്ലെങ്കിൽ, അത് നമുക്ക് വിട്ടുപോരാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആ റിലേഷൻഷിപ്പിൽ സ്റ്റിൽ നിൽക്കുകയാണ്, ആ സമയത്ത് വി ഫീൽ ട്രാപ്ഡ് ഇൻസൈഡ് ദ റിലേഷൻഷിപ്പ്. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഫിയർ കൂടുകയും നമ്മൾ അതിന് വിഡ്രോ ചെയ്യാനും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്സ് എടുക്കുന്നതാണ് നമ്മൾ യൂഷ്വലി കാണാറുള്ള ഒരു പാറ്റേൺസ്. ഈ ഒരു പാറ്റേൺ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫിയറിന് മേലെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ പാറ്റേൺസ് എന്നുള്ളതാണ്. പല ആൾക്കാർക്കും പലതായിരിക്കാം. പക്ഷേ നമ്മൾ ആദ്യം ആ ഒരു മെയിൻ ആയിട്ടുള്ള കോർ ഐഡിയനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മുടെ ബേസിക് അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് ഫിയർ വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ഓഫ് ദ റിലേഷൻഷിപ്പിലാണ് ഞാൻ എന്നെ പുറകോട്ട് വലിക്കുന്നത്? അവർ വളരെയധികം ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ അവരെ മേലെ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവുന്നു എന്നുള്ളൊരു തോട്ട് വരുന്ന സമയത്താണോ? ഇനി ഇതൊന്നും അല്ലാതെ അവർ കുറച്ച് സീരിയസ് ആയിട്ട് ഓക്കെ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണോ നമുക്ക് ഈ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഫിയർ വരുന്നത്, ഒരു പുൾ ബാക്ക് ചെയ്യാനുള്ള തോട്ട് വരുന്നത് എന്നുള്ളത് അവെയർ ആക്കി വെക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ റിലേഷൻഷിപ്പിന് പുറത്ത് വരുന്നത് ശരിക്കും ആ ഒരു ഫിയർ കാരണമാണോ, അല്ലെങ്കിൽ അവിടെ കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ്. ഇപ്പോൾ റെഡ് ഫ്ലാഗ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കാം? റിലേഷൻഷിപ്പിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കാം, നമ്മുടെ വാല്യൂസ് അലൈൻ ചെയ്യാത്തതായിരിക്കാം, ടോക്സിക് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇമോഷണൽ അവൈലബിലിറ്റി ആയിരിക്കാം. ഇങ്ങനത്തെ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ പുറത്ത് വരുന്നതെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് റെഡ് ഫ്ലാഗ്സ് പ്രോമിനൻ്റ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മുടെ ഫിയർ കാരണമാണോ, അതായത് ഞാനിവിടെ ഇമോഷണലി കുറച്ചും കൂടി വൾണറബിളായി നിൽക്കണം, ഞാൻ കുറച്ചും കൂടി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സണ് വേണ്ടിയിട്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ക്ലോസ്നെസ്സിലേക്ക് പോകണം എന്നുള്ളൊരു ഫിയർ കാരണമാണോ നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരുന്നത് എന്നുള്ളതൊന്ന് ഡിസ്കവർ ചെയ്യുക. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള പാർട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ കമ്മിറ്റ്മെൻറ്റ് ഫിയർ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മൈൻഡിലാണുള്ളത്. പക്ഷേ അതിൽ കുറച്ചും കൂടി സീരിയസ് ആവുന്ന സമയത്ത് ഒരു ഇമോഷണൽ ക്ലോസ്നെസ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആങ്ഷ്യസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യാനും ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് നമ്മളുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് വളരെ ഇമ്പൾസീവായി മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം
ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനുള്ളത് വളരെയധികം ഡിസ്റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു ഫേസിലാണ്. അതായത് ഈ ഒരു പേടി കാരണം എൻ്റെ ബോഡീനെയും മൈൻഡിനെയും അത് എഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ ഒരു ഇമ്പൾസീവ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് പലപ്പോഴും റൈറ്റ് ആവാറില്ല. അപ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക, നമ്മളെ നെർവസ് സിസ്റ്റം ഹൈലി ആക്ടിവേറ്റ് ആവുന്ന സമയമാണ് നമ്മളുള്ളത്, അതൊന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ലോ ആയിട്ടുള്ള ബ്രീത്ത് എടുക്കാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒരു 24 hour ഒരു പോസ് റൂൾ, അതായത് ഇപ്പം ഞാൻ ഡിസ്റെഗുലേറ്റഡ് ആണ്, ഞാനൊരു 24 hours ഇതിനെക്കുറിച്ച് ചിന്തിക്കും, ഞാനൊന്ന് കാം ഡൗൺ ആയതിൻ്റെ ശേഷം കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടേ ഒരു ഡിസിഷൻ എടുക്കൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ടുള്ള പെട്ടെന്നായിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുറച്ചും കൂടി നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നമ്മൾ കാര്യങ്ങളുടെ മേലെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു ഗുഡ് ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ടോളറൻസ്, അതായത് ഇൻറ്റിമസിനോടുള്ള ടോളറൻസ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ കമ്മിറ്റ്മെൻറ്റ് ഫിയറുള്ള ആൾക്കാർക്ക് ഇൻറ്റിമസി വേണം, ആ റിലേഷൻഷിപ്പിൽ ആ ഒരു പാർട്ട് വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവരതിനോട് അത്ര ടോളറൻ്റ് ആയിരിക്കില്ല. കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫിയറും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് വളരെയധികം വൾണറബിൾ ആവാനും വളരെയധികം ക്ലോസ് ആവാനും നമുക്ക് പറ്റിയെന്ന് വരില്ല. സോ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള എക്സ്പോഷറാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വലിയ വലിയ റീച്ചിലേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമുക്ക് വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തീരെ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യണ്ട. ഷെയർ ചെയ്താൽ വലിയ ഹാം ഇല്ല, നമുക്കും വലിയ ഇമ്പാക്റ്റ് ഇല്ല, നമുക്ക് പറ്റുന്ന കാര്യം എന്നുള്ളൊരു ചെറിയ കാര്യം നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ഫിയർ ചെയ്യുന്ന, ക്ലോസ്നെസ് ഫിയർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചായിട്ട് നമ്മളൊന്ന് എക്സ്പോഷറായിട്ട് ചെയ്ത് നോക്കാം. പിന്നെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലിംഗ്, അതായത് ഗോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി. ഇപ്പോൾ വളരെയധികം ക്ലോസ് ആവുന്നുണ്ട്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്, എൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് പോവോ, എൻ്റെ ഫ്രീഡം പോവോ എന്നുള്ളൊരു തോട്ടൊക്കെ കാരണം കുറച്ച് ക്ലോസ് ആവുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യവും പറയാതെ അപ്പുറത്തുള്ള ആളെ ഗോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഏർജ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സോ ബേസിക്കലി നമുക്കുണ്ടാവുന്ന ആ ഒരു ടോളറൻസ് കുറച്ച് മെല്ലെ മെല്ലെ ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും നമ്മുടെ ആ കമ്മിറ്റ്മെൻറ്റ് ഫിയറിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് തോട്ട്സ് ഉണ്ടാവും, അതായത് നമ്മളെ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ധാരണകളും കാരണമാണ് നമുക്ക് ഈ കമ്മിറ്റ്മെൻറ്റ് ഫിയർ വരുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കമ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇംപ്രിസൺമെൻ്റ് ആയിരിക്കും, അതായത് ജയിലിലായ പോലെ ആയിരിക്കും കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രീഡം എല്ലാം പോകും, ഇനിയും ഞാൻ റിലേഷൻഷിപ്പിലായ ഞാൻ ഇനിയും ഹേർട്ടാവും എന്നുള്ള രീതിയിലെ തോട്ട്സിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ തോട്ട്സ് വരുന്ന സമയത്ത് അതിനൊന്ന് ചാലഞ്ച് ചെയ്യുക. അതായത് ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇംപ്രിസൺമെൻ്റ് അല്ല, അതെന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. രണ്ട് പാർട്ട്നേഴ്സിനും ഈക്വലി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഒരു ജയിൽ പോലെ ഫീൽ ചെയ്യില്ല, അതൊരു പാർട്ട്ണർഷിപ്പാണ് എന്നുള്ള രീതിയിൽ നമ്മളുടെ തോട്ട്സിനെ തന്നെ നമ്മൾ ചാലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവെയർ ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് ഒന്ന് റീഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. കമ്മിറ്റ്മെൻറ്റ് ഫിയർ ഉള്ള സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡെഫിനേഷൻ ഓൾറെഡി മൈൻഡിലുണ്ടാവും അല്ലേ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അതൊരു ഇംപ്രിസൺമെൻ്റ് ആണ്, എൻ്റെ ഫ്രീഡം പോവും അല്ലെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി പോവും എന്നുള്ള രീതിയിലുള്ള ഡെഫിനേഷൻ അതിനൊന്ന് റീഡിഫൈൻ ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മേർജിങ് അല്ല, അല്ലെങ്കിൽ എൻ്റെ ഇൻഡിവിജ്വാലിറ്റി അവിടെ പോകുന്നതല്ല. രണ്ടുപേരും അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് മുന്നോട്ടേക്ക് ഒരു പാർട്ട്ണർഷിപ്പിൽ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഡെഫിനേഷൻ കമ്മിറ്റ്മെൻറ്റിന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വലിയ ചേഞ്ചസ് നോട്ടീസ് ചെയ്യുന്നില്ല, ഈ പാറ്റേൺസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഹെൽപ്പ് സീക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. നമ്മുടെ ഈ കമ്മിറ്റ്മെൻറ്റ് ഫെയറിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കി കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒരു തെറാപ്പിസ്റ്റിന് സാധിക്കുന്നതായിരിക്കും. സോ ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്, നമ്മുടെ ഒപ്പത്തിൽ തെറാപ്പി സപ്പോർട്ട് 24/7 അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോർ മോർ റിലേഷൻഷിപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് കോണ്ടന്റ്, സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.